ജയിലിൽ കഴിയുന്ന കൗൺസിലർ ആർ സുഗതന്റെ കാപ്പ ശിക്ഷ ലഘൂകരിക്കാനുള്ള നടപടി ആലോചിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി ഭരണസമിതി കാപ്പ ഉപദേശക സമിതിയെ സമീപിക്കാനാണ് തീരുമാനം. അയോഗ്യനാകാതിരിക്കാൻ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യകത കാപ്പ ഉപദേശക സമിതി അറിയിക്കും. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു. റിനു, കാപ്പ കേസുകൾ ഗുണ്ട ലിസ്റ്റ്, ആദ്യം ഒരു ലിസ്റ്റ്, പിന്നെ അതിൽ നിന്ന് മാറുന്നു, പിന്നെ വീണ്ടും പുതുക്കപ്പെടുന്നു, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ആളാണ് ഈ പറയുന്ന കൗൺസിലർ. അപ്പോൾ ഈ കാപ്പ ലഘൂകരിക്കാനുള്ള നീക്കം എത്ര കണ്ട് വിജയിക്കുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ? ഗുഡ് മോർണിംഗ് റിനു. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ക്രിസ്റ്റീന, എന്തായാലും വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് നഗരസഭയിൽ എത്തിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയിലേക്കാണ് ഭരണസമിതി പോകുന്നത്. നമുക്കറിയാം, ഹൈക്കോടതി ഇടപെടുന്നു. ഈ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 20ഓളം കൗൺസിലർമാരെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇന്നലെ തന്നെ ഒരു ദിവസം 4 ദിവസത്തിനകം 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. പക്ഷേ ഒരു ദിവസത്തിനകം തന്നെ ഈ ഭരണസമിതി 20 പേരെയും സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന ഒരു ചടങ്ങിലേക്ക് പോയി കഴിഞ്ഞ ദിവസം. പക്ഷേ സുഗതൻ ഇപ്പോൾ കാപ്പ ചുമത്തിക്കൊണ്ട് ജയിലിലാണ് എന്നുള്ളതാണ്, വിയൂർ ജയിലിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ 3 കൗൺസിലൊക്കെ തന്നെ തുടർച്ചയായി പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ നിലവിൽ കൗൺസിൽ പോലും കൂടുന്ന സാഹചര്യം ഇല്ല സുഗതന് വേണ്ടി. പക്ഷേ ഇനി കൗൺസിൽ കൂടാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു നടപടിയാണ് ഭരണസമിതിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാപ്പ ഉപദേശക സമിതിയെ സമീപിച്ചുകൊണ്ട് ഒരു ഇളവ് തേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിലേക്ക് ഭരണസമിതി പോകുന്നു, മേയറുടെ നേതൃത്വത്തിൽ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ ഒരു അനുമതി അവിടെ നിന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ഈ ജയിലിൽ നിന്ന് മോചിതനാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിലേക്ക് ഹൈക്കോടതി സമീപിക്കുവാനും ഭരണസമിതി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 2 തവണ കാപ്പ ചുമത്തിയാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ആയിരുന്ന ഈ സുഗതനെ വിയൂരിലേക്ക് മാറ്റിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏകദേശം 10ൽ കൂടുതൽ കേസുകളും അദ്ദേഹത്തിന് എതിരെ ഉണ്ട്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ നിലവിലുണ്ട്. അയാളെ സുഗതനെ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെ ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ആ നിരാഹാര സമരം ആരംഭിച്ചത്. ഇതിനിടയിലാണ് നഗരസഭാ ഭരണസമിതി, BJPയുടെ ഭരണസമിതി ഈ കാപ്പ ലഘൂകരിക്കുവാൻ വേണ്ടി ഉപദേശക സമിതിയെ സമീപിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.